എല്ലായിടത്തും ഉണ്ടോയെന്നറിയില്ല, എന്നാൽ നമ്മുടെ നാട്ടിലെല്ലാം നല്ലോണം ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മഞ്ഞൾ നടുന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മളെ മഞ്ഞളെല്ലാം മുളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മഞ്ഞളിനെല്ലാം നന്നായിട്ടൊന്ന് നട്ടു കൊടുക്കണം. അപ്പം നമ്മൾ മഞ്ഞൾ നടേണ്ട പരിപാടിയാണ് ഇന്ന്. അപ്പം എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും. നല്ലോണം മഴയെല്ലാം പെയ്ത് നിലമെല്ലാം ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു ഏതായാലും മഞ്ഞളൊന്ന് നട്ടു കൊടുക്കാമെന്ന്. അപ്പം ഇതാണ് നമ്മളെ വീടിൻ്റെ അരുവത്തിലേക്കുള്ള റോഡ്. അപ്പം വീടിൻ്റെ അരുവത്താണ് നമ്മൾ നടാൻ പോകുന്നത്. ഇവിടെ പ്ലാവിൻ്റെ മുകളിൽ നിന്ന് ചക്കയെല്ലാം വീണിട്ടുണ്ട്. ഇവിടെ പന്നിയൊന്നും വന്ന് വലിയ തിന്നലൊന്നും ഇല്ല, ചിലപ്പം വരുമായിരിക്കും. നമുക്ക് പന്നി ശല്യത്തിനെക്കാട്ടി കൂടുതൽ എലി ശല്യമാണുള്ളത്. അപ്പോൾ നമ്മൾ ഒരു എലീനെല്ലാം കെണി വെച്ച് പിടിച്ചിട്ടുണ്ട്. ഇത് നമ്മളെ കാന്താരി മുളകിൻ്റെ ചെടിയാണ്, വലിയ ചെടിയാണ്. ഇന്നത്തെ 2 ചെടി ഇവിടെയുണ്ട്. അപ്പം ഇവിടെയാണ് ഞാനിത് നടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലം. അപ്പം നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നമ്മൾ വഴുതിനങ്ങ എല്ലാം നട്ടതെല്ലാം കണ്ടിട്ടില്ലേ? അപ്പം ഇതാണ് ആ വഴുതിനങ്ങ എല്ലാം നട്ടതിൻ്റെ സ്ഥലത്താണ് നമ്മൾ നടുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ മധുരക്കേങ്ങാണ് നട്ടിട്ടുണ്ടായത്. ഇത് മധുരക്കേങ്ങിൻ്റെ വള്ളിയെല്ലാം ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട്, പിടിച്ച് വന്നിട്ടുണ്ട്. ഏകദേശം ഈ ഒരു സ്ഥലത്താണ് നമ്മൾ മഞ്ഞൾ നടാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ അരുവത്ത് ഒരു കിണറുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഈ കിണറിൻ്റെ ഇത്ര അരുവത്ത് ആണ് നമ്മൾ നടാൻ പോകുന്നത്. ഇത് നമ്മളെ വീട്ടിൻ്റെ അരുവത്തിലെ ഒരു ചെടിയാണ്, വീട്ടിൻ്റെ അടുത്തൊരു ചെടിയാണ്. ഇങ്ങനെ എന്ത് പറയല് പറഞ്ഞാൽ കപ്പ് സോസർ എന്നാണ് പറയല്. അതിന് മുട്ടാണിത്, പാലപ്പമൊന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ ഒരു കദളി വാഴയെല്ലാം നട്ടിട്ടുണ്ടായിനി. പക്ഷേ അത് വേനൽക്കാലമായതുകൊണ്ട് അതെല്ലാം ഒടിഞ്ഞു വീണിന്. അതായത് നമുക്ക് ഈ കിണറുണ്ടെങ്കിലും അതിൽ വെള്ളം കുറവുണ്ടായി, അപ്പോൾ അതെല്ലാം ഒടിഞ്ഞു വീണിന്. അപ്പം ഇവിടെ ഭയങ്കര കൊതുകാണ്. അപ്പം നമ്മൾ ഇത് മഞ്ഞളിനെ കിളക്കുന്നതിന് മുമ്പേ ഒരു കൊതുക് തിരി കത്തിച്ചിട്ട് പണിയെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മളെ കൊതുക് തിരി. നമ്മളെ അടുത്ത് കോഴിവളമോ കാലിവളമോ ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ വെണ്ണീറും ചപ്പില വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ വെണ്ണീർ ഇതിനൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം മൊത്തം ഒന്ന് ബദറി കൊടുക്കണം വെണ്ണീർ. അമ്മയാണ് ബദറുന്നത്. അപ്പോൾ നമ്മൾ വെണ്ണീറാണ് ആദ്യം ഇടുന്ന വളം. ഇതിങ്ങനെ ഇട്ടാൽ എല്ലായിടത്തും ആവും, അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. ഇപ്പോൾ നമ്മൾ മഞ്ഞൾ നടാൻ പോയെന്ന്. മഞ്ഞൾ നടുമ്പം മുകളിലോട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെ മഞ്ഞൾ നമുക്ക് നടാവുന്നതാണ്. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബെല്ലാം ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് പറഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബറുകളെല്ലാം കുറവാണ്. ഞാൻ ചെറിയ ഉണ്ടാക്കുന്നുണ്ട്, അമ്മ നടുന്നുണ്ട്. നമ്മൾ നീർവാർച്ചയില്ല സ്ഥലത്ത് തന്നെ ആയിരിക്കണം കേട്ടോ മഞ്ഞൾ നടുന്നത്, ഇല്ലെങ്കിൽ അത് ചീഞ്ഞു പോകും. അതുകൊണ്ട് ഇതേപോലത്തെ ഒരു സ്ഥലത്ത് തന്നെ നടണം, നീർവാർച്ചയിൽ. അങ്ങനെ മഞ്ഞൾ മുഴുവനും നട്ട് തീരാറായി. ഇനി നമുക്ക് ചപ്പില വളം കൊണ്ടായിരുന്നു. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ പച്ചില വളം. നമ്മൾ പച്ചില വളം ആക്കാൻ പോകുന്ന സാധനം ഇതാണ്. എല്ലായിടത്തും ഉണ്ടോയെന്നറിയില്ല, എന്നാൽ നമ്മുടെ നാട്ടിലെല്ലാം നല്ലോണം ഉണ്ട്. ഇതാണ് ശീമക്കൊന്ന എന്ന് പറയുന്ന സാധനം. ഇതാണ് നമ്മൾ മഞ്ഞളിന് പച്ചില വളമായിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതേപോലെ നന്നായിട്ട് ഇനി നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ സീമക്കൊന്ന് ഇട്ട് കൊടുക്കാം. അമ്മയാണ് ഇട്ട് കൊടുക്കുന്നത്. അമ്മ എല്ലാവർക്കും നമ്മുടെ സീമക്കൊന്ന് ഇലയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അമ്മയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതങ്ങനെ ഫുള്ളാക്കി കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഇനി മണ്ണിട്ട് കൊടുക്കേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ ഇതേപോലെ ഇനി ഈ വളം ഇട്ട് കഴിഞ്ഞ് പിന്നെ ഇതേപോലെ ഇനി ഇതിൻ്റെ മുകളിൽ തടാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഇതിൻ്റെ മുകളിൽ മണ്ണ് കയറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.